ാണ് കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് കൊലക്കേസ്. ഷഹബാസിനെ 6ഓളം വരുന്ന കുറ്റവാളികൾ തലക്കടിച്ച് കൊലപ്പെടുത്തുകയും പിന്നീട് അതിനുശേഷം കേസ് വേണ്ട രീതിയിലെല്ലാം മുന്നോട്ട് പോയ സമയത്ത് അവന് വേണ്ടുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ ഈ പ്രതികൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുത്ത നമ്മുടെ സർക്കാരിനെ നമ്മൾ കണ്ടതാണ്. പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി പൂർണ്ണ പിന്തുണ കൊടുത്ത സർക്കാരിനെ നമ്മൾ കണ്ടതാണ്. പിന്നീട് ഷഹബാസിന്റെ കുടുംബം നിരന്തരമായി അതിന് പിന്നാലെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് കോടതി വിധി പോയി. കോടതിയിൽ അവർക്ക് പരീക്ഷ എഴുതാൻ അനുമതി കൊടുക്കരുതെന്നുള്ള രീതിയിൽ അവർ ഹർജി കൊടുത്തു. പക്ഷേ കോടതി ഇത് പരിഗണിച്ചില്ല. പരിഗണിച്ചപ്പോഴത്തേക്കും അവരുടെ പരീക്ഷകളെല്ലാം കഴിഞ്ഞു. പിന്നീട് അതിനുശേഷം പരീക്ഷാഫലം വരുന്നതിനായി പിന്നീട് പ്രശ്നം. പരീക്ഷാഫലം വരുന്നത് തടയണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ കാണുകയും മുഖ്യമന്ത്രിയെ കാണുകയൊക്കെ ചെയ്തു ഷഹബാസിന്റെ കുടുംബം. അങ്ങനെ വന്നപ്പോൾ പരീക്ഷാഫലം തടഞ്ഞു വെച്ചപ്പോൾ ബാലാവകാശ കമ്മീഷൻ രംഗത്തെത്തി. കുറ്റാരോപിതരുടെ പരീക്ഷാഫലം തടഞ്ഞു വെക്കാൻ സർക്കാരിന് എന്താണ് അധികാരം, എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നുള്ള രീതിയിലൊരു ചോദ്യവുമായിട്ടെത്തി. അതിനുശേഷം ഹൈക്കോടതി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറ്റവാളികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. അതിലൊരാൾക്ക് നല്ല A+ ഉണ്ട്, ഒരാൾക്ക് A+ഉം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോടതി മുന്നോട്ട് വെച്ചൊരു കാര്യം ഇവർക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ്. ഇപ്പം നിലവിൽ ജുവനൈൽ ഹോമിലുള്ളവന്മാർക്ക് +1